ഓക്കെ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റൻറ്റേഷൻ ഇൻ പൈത്തൺ. ശരിക്കും ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്ക് അറിയത്തില്ല എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ശരിക്കും പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഏതെന്ന് പറയുന്നത് ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ബ്ലോക്കിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സേ ഒരു കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇൻറ്റൻറ്റേഷൻ. എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മളൊരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ പ്രിൻറ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പ്രിൻറ്റ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ഇഫിനകത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻറ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ഇൻറ്റൻറ്റേഷൻ കൊടുത്തേക്കുന്നത്. ഇപ്പം നോക്കിക്കേ, സേ ഈ ഒരു കോഡിൽ ഞാൻ ഇങ്ങനെ എഴുതുക, ഒരൊറ്റ ഡേറ്റ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം നോക്കിക്കേ, നമ്മൾ എഴുതുവാണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദെൻ നമ്മൾ പറയുവാണ് പ്രിൻറ്റ് പോസിറ്റീവ്. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയണം. എന്താണ്? പ്രിൻറ്റ് സക്സസ് എന്ന് പറയുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ എഴുതുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ, ഒരു ബ്ലോക്ക്. അപ്പം ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻറ്റൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്യണം, ഈ ഒരു സെഗ്മെൻറ്റ് വർക്ക് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് എക്സ്പ്ലനേഷൻ പറയാം. ഇൻറ്റൻറ്റേഷൻ ഇൻ പൈത്തൺ റെഫേഴ്സ് ടു ദ സ്പേസസ്. ഈ ഒരു സ്പേസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ദ സ്പേസസ് യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലൈൻ ടു ഡിഫൈൻ എ ബ്ലോക്ക് ഓഫ് കോഡ്. ഒരു കോഡ് ബ്ലോക്കിനെ അല്ലെങ്കിൽ ഒരു കോഡ് സെഗ്മെൻറ്റിനെ ബിഗിനിങ് ഇവിടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബ്ലോക്കിനെ ജനറേറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, റെഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻറ്റേഷൻ ഇൻ പൈത്തൺ. ഓക്കെ, റെഫേഴ്സ് ടു ദ സ്പേസസ് യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലൈൻ ടു ഡിഫൈൻ എ ബ്ലോക്ക് ഓഫ് കോഡ്. ഓക്കെ, ദെൻ പൈത്തൺ യൂസസ് ഇൻറ്റൻറ്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബ്രേസസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇനി സി പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു ഗ്രൂപ്പാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കേളി ബ്രാക്കറ്റ് കൊടുക്കും. ബ്രേസസ് എന്നാണ് പറയുക. സോ ബ്രേസസിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റൈറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ പൈത്തനകത്ത് ഈ ബ്രേസസ് യൂസ് ചെയ്യുന്ന കൺവെൻഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് കറക്റ്റ് അലൈൻമെൻറ്റിൽ കറക്റ്റ് സ്പേസിങ് കൊടുത്ത് എഴുതുമ്പോഴേക്കും നമ്മളതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് എന്താ പറയുന്നത്, ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പൈത്തൺ യൂസസ് ഇൻറ്റൻറ്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബ്രേസസ് ടു ഗ്രൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് അണ്ടർ കൺട്രോൾ സ്ട്രക്ചർ ലൈക്ക് ഇഫ്, ഫോർ, വൈൽ ആൻഡ് ഫങ്ഷൻസ്. ഇപ്പോൾ ഫങ്ഷൻസ് ആയിക്കോട്ടെ, ഇഫ് ആയിക്കോട്ടെ, ഫോർ ആയിക്കോട്ടെ, വൈൽ ആയിക്കോട്ടെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കൊടുക്കുന്നതല്ല, ഇറ്റ്സ് എ മാൻഡേറ്ററി. എപ്പോഴും ഇഫിന് അകത്തുള്ള കാര്യങ്ങൾ ഇഫിന് ശേഷം സ്പേസ് കൊടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? അപ്പോൾ അതൊരു മാൻഡേറ്ററി ആണ്. സോ ഇൻ കേസ് നമ്മുടെ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു സ്പേസിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇഫിൻ്റെ വർക്കിംഗ് പാറ്റേണിൽ അത് വർക്ക് ആവത്തില്ല. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാണിക്കുന്ന എററിന് വിളിക്കുന്ന പേരെന്താണ്, ഇൻറ്റൻറ്റേഷൻ എറർ എന്ന് വിളിക്കും. ഇൻറ്റൻറ്റേഷൻ ഓൾസോ ഇംപ്രൂവ്സ്. ആക്ച്വലി ഈ ഇൻറ്റൻറ്റേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോജിക്കൽ മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പ്ലസ് നമുക്ക് എന്ത് വേണം, പ്രോഗ്രാമിനെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ അതിനകത്തുള്ള ലോജിക്കൽ സ്ട്രക്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇഫിനകത്താണ് പ്രിൻറ്റ് പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് മനസ്സിലാവും ഈ ഒരു സംഭവത്തിനകത്തുള്ള ഒരു പോർഷനാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി ഇൻറ്റൻറ്റേഷൻ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ഇൻറ്റൻറ്റേഷൻ എന്താണെന്ന് പറയുക, ഇൻറ്റൻറ്റേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ വരുന്ന എറർ എന്താണെന്ന് പറയുക, ഇൻറ്റൻറ്റേഷൻ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുക. നമ്മുടെ റീഡബിലിറ്റിയും പ്രോഗ്രാമിൻ്റെ ലോജിക്കൽ സ്ട്രക്ചറും കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റൻറ്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, നമ്മളിതൊക്കെ ചെയ്തതാണ് ആക്ച്വലി കമൻറ്റ്സ് ഇൻ പൈത്തൺ. പൈത്തണിൽ കമൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് കോഡിനെ എന്താക്കി മാറ്റുക, ഇൻആക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതിയാണിതെന്ന് പറയുന്നത് കമൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റിങ് സ്ട്രക്ചറാണ് ഇതെന്ന് പറയുന്നത് ഹാഷ് സിമ്പിൾ. ഒന്നിൽ കൂടുതൽ ലൈൻസ്, ഇപ്പോൾ ഞാൻ ഹായ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എനിക്ക് കമൻറ്റ് ചെയ്യണം, അതൊരു സിംഗിൾ ലൈനകത്ത് നിൽക്കുന്നതാണല്ലോ. സോ ഞാനിപ്പോൾ എഴുതുവാണ് ഹായ്
ഐ ആം ഫൈൻ എന്നും പറയുക. അപ്പോൾ ഇതൊരു സിംഗിൾ ലൈനിൽ നിൽക്കുന്നതല്ല. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസിനെ നമുക്ക് ഒരുമിച്ച് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കോഡ്സ് ഒരുമിച്ച് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കോഡിന് ശേഷം ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? സംതിങ് ഈസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ കമൻറ്റ് എന്നാണ് സിസ്റ്റത്തിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി നോർമലി നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്ത് എഴുതിയാലും അതിനെ ഉടനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ആളുടെ പേരെന്താ? കൺവേർട്ട് ചെയ്യുന്ന ആളുടെ പേരാണ് ഇൻ്റർപ്രിറ്റർ അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു കഴിഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇൻ്റർപ്രിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓരോ കോഡ് കഴിയുമ്പോഴേക്കും ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺവേർഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു ഹാഷിന് ശേഷം നമ്മൾ എന്ത് എഴുതി കൊടുത്താലും ആ ലൈനിനെ ആക്ച്വലി സിസ്റ്റം ആക്റ്റീവായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അതൊരു ഐഡിയലായിട്ടുള്ള ഒരു ലൈനാണ്. അതിനൊരു സിഗ്നിഫിക്കൻസ് ഇല്ല നമ്മുടെ പ്രോഗ്രാമിൽ. അങ്ങനെയാണ് സിസ്റ്റം മനസ്സിലാക്കുന്നത്. ആര് മനസ്സിലാക്കുന്നത്? ഇൻ്റർപ്രിറ്റർ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതേപോലെ ട്രിപ്പിൾ കോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ കോട്ട് എവിടെ എൻഡ് ആവുന്നോ അതുവരെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെഗ്മെൻറ്റ് എന്തായിരിക്കും? ഇൻആക്റ്റീവ് ആയിരിക്കും. അത് വർക്ക് ചെയ്യത്തില്ല എന്ന സെൻസ് എന്താണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിക്യൂട്ടബിൾ കോഡ് ജനറേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, ഒന്ന് വായിക്കാം. കമൻറ്റ്സ് ഇൻ പൈത്തൺ ആർ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ കോഡ് ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാം എഴുതുന്ന ആളായിരിക്കത്തില്ല ആ പ്രോഗ്രാമിനെ ചിലപ്പം ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതിയൊരു പ്രോഗ്രാമിനെ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ടീമിലുള്ള വേറൊരാളെടുത്ത് തന്നെ റീബിൽഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ലോജിക്ക് അനുസരിച്ചിട്ടായിരിക്കും പ്രോഗ്രാംസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം വേറൊരാൾക്ക് മനസ്സിലാവണം ഞാൻ എന്താണ് ഓരോ സ്ഥലങ്ങളിലും ഉദ്ദേശിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാമിനെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമൻറ്റ്സ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, they are not executed by the Python interpreter and are mainly helpful for programmers while reading or modifying the program. പ്രോഗ്രാമിനെ റീഡ് ചെയ്യുമ്പോഴോ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യുമ്പോഴോ ചേഞ്ചസ് വരുത്തുമ്പോഴോ ആണ് കമൻറ്റ്സ് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇനി കമൻറ്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ലൈൻ കമൻറ്റ്സും ഉണ്ട്, മൾട്ടി ലൈൻ കമൻറ്റ്സും ഉണ്ട്. സിംഗിൾ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹാഷ് സിമ്പിളിൽ സ്റ്റാർട്ട് ചെയ്യും. മൾട്ടി ലൈൻ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്പിൾ കോട്ടിൽ. അത് സിംഗിൾ ട്രിപ്പിൾ കോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ ട്രിപ്പിൾ കോട്ടായിരിക്കാം. 3 കോഡ്സ് ഒരുമിച്ച് വയ്ക്കുക. ഇതിൻ്റെ എൻഡ് എങ്ങനെയാണ് വരിക? സിംഗിൾ ട്രിപ്പിൾ കോട്ടിൻ്റെ എൻഡ് എങ്ങനെയാണ് വരിക? 1 2 3 സിംഗിൾ ട്രിപ്പിൾ കോട്ട്. ഇപ്പം ട്രിപ്പിൾ കോട്ടിനെ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 2 3. സോ മൾട്ടിപ്പിൾ ലൈൻസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു കമൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണുള്ളത്? സിംഗിൾ ലൈൻ കമൻറ്റ്സ് ഉണ്ട്, മൾട്ടി ലൈൻ കമൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇന്ന് കുറച്ച് പേരുടെ സംസാരിച്ചപ്പോഴേക്കും ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഹൗ ക്യാൻ യു കമ്പയർ ഐട്രേഷൻ ആൻഡ് റിക്കേർഷൻ ഇൻ പൈത്തൺ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം ഐട്രേഷൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കേട്ടിട്ടില്ല, റിക്കേർഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ടേം അറിയാം. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പിന് പറയുന്ന വേറൊരു പേരാണ്. ലൂപ്പ് മീൻസ് വാട്ട്? റെപ്പറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെപ്പറ്റീഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൂപ്സ് അല്ലെങ്കിൽ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ലൂപ്പാണ്. ഏതൊക്കെ ലൂപ്പാണ് ഉള്ളത്? വൈലുണ്ട്, ഫോറുണ്ട്, ഇങ്ങനത്തുള്ള ലൂപ്പാണ് ശരിക്കും ഐട്രേഷൻ അല്ലെങ്കിൽ റെപ്പറ്റീഷനിൽ വരിക. ഇനി റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്കേർഷൻ എപ്പോഴും ഫംഗ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ആ സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്ന പ്രോസസ്സാണ് റിക്കേർഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി നമുക്ക് ഈ കമ്പാരിസന് വേണ്ടിയിട്ട് നമുക്കൊരു 3-4 പോയിൻറ്റ്സ് പറഞ്ഞു നോക്കാം. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ചെയ്യുന്നത് എന്താണ്? ലൂപ്പാണ്. ഫോർ, വൈൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സാണ് ഐട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐട്രേഷന് യൂസ് ചെയ്യുന്നത്. വൈൽ റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസസ് എ ഫംഗ്ഷൻ ഈസ് കോളിങ് ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷൻ, ഇഫ് എ ഫംഗ്ഷൻ ഈസ് കോളിങ് ഇറ്റ് സെൽഫ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിക്കേർഷൻ. റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇഫ് എ ഫംഗ്ഷൻ ഈസ് കോളിങ് ഇറ്റ് സെൽഫ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിക്കേർഷൻ. ഓക്കെ, ഇനി ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇനി ഐട്രേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? എപ്പോഴാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഒരു ലൂപ്പിനകത്തുള്ള കണ്ടീഷൻ ഫോൾസ് ആകുമ്പം നമ്മുടെ ഈ റെപ്പറ്റീഷൻ അവിടെ നമ്മൾ നിർത്തും അല്ലേ? അതേപോലെ തന്നെ റിക്കേർഷൻ സ്റ്റോപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ്റെ പേരെന്താണ്? ബേസ് കണ്ടീഷൻ. സോ എപ്പോഴാണോ ബേസ് കണ്ടീഷൻ റീച്ച് ആവുന്നത് ആ സമയത്തായിരിക്കും ഒരു റിക്കേർഷൻ സ്റ്റോപ്പ് ആവുന്നത്. അതേസമയം ഒരു ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴാണോ ലൂപ്പിനകത്തുള്ള കണ്ടീഷൻ ഫോൾസ് ആവുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ഐട്രേഷൻ യൂസേഴ്സ്. ഇനി ഐട്രേഷൻ എന്ന് പറഞ്ഞ ഒരു നോർമൽ പ്രൊസീജിയറാണ്. നമുക്കൊരിക്കലും മറ്റൊരു കോൾ സ്റ്റാക്ക് ഒന്നുമില്ല. എപ്പോഴും റിക്കർഷൻ പഠിക്കുമ്പോഴേക്കും കോൾ സ്റ്റാക്ക് ഉണ്ട്. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് നിന്നും ഒരു ഫംഗ്ഷനകത്ത് നിന്ന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് റിസൾട്ടിലോട്ട് എത്തുന്നത് ഏറ്റവും അവസാനം നമ്മൾ ബേസ് കണ്ടീഷനിലോട്ട് എത്തുമ്പോഴായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. അതുവരെയുള്ള റിസൾട്ടുകളെ നമ്മളിങ്ങനെ ഫംഗ്ഷൻ കോളാക്കി നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ കോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ആക്ച്വലി നോർമൽ ഐട്രേഷൻ ആണെങ്കിൽ വളരെ കുറച്ച് മെമ്മറി യൂസ് ചെയ്യത്തുള്ളൂ. വേറെ റിക്കർഷനകത്ത് എന്തുകൊണ്ട് മോർ മെമ്മറിയുടെ ആവശ്യമുണ്ട്. ബിക്കോസ് വി നീഡ് ടു മെയിൻറ്റെയിൻ എ കോൾ സ്റ്റാക്ക്. ഓർമ്മയുണ്ടോ? 4th മൊഡ്യൂളിലാണ് കോൾ സ്റ്റാക്ക് വരുന്നത്. അത് പഠിച്ചോണം. ദെൻ ഐട്രേഷൻ കുറച്ച് മെമ്മറി യൂസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് എ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിക്കർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ്ലി സ്ലോവർ പ്രോസസ്സാണ്. കാര്യം ഒരു തവണ ഫംഗ്ഷനെ കോൾ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഫംഗ്ഷൻ പോയി, അത് ബേസ് കണ്ടീഷനിലെത്തി, അവിടെ ചെന്ന് റിസൾട്ട് കിട്ടി കഴിയുമ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്തുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ലോങ് പ്രോസസ്സാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. വെയറാസ് ഐട്രേഷൻ ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഇറ്റ് കൺസ്യൂംസ് ലെസ്സർ മെമ്മറി കമ്പയർഡ് ടു റിക്കർഷൻ. ദെൻ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നോർമൽ പ്രോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിക്കർഷൻ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ തന്നെ നമുക്ക് ഏറ്റവും ഈസി എന്താണ്? നോർമൽ പ്രോഗ്രാം ആയിരുന്നു അല്ലേ? സോ F=F×I എന്ന് പറഞ്ഞ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു നോർമൽ പ്രോഗ്രാമിൽ. അതേസമയം റിക്കർഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ബേസ് കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെ ബേസ് കണ്ടീഷനാണ് പറയേണ്ടത്? നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ വാല്യൂ എപ്പോഴാണോ 0 ആവുന്നത് അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? 1 റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ അല്ല എങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ എന്താണ്? F= എന്താ? ഫാക്ടോറിയൽ എന്താ? n×ഫാക്ടോറിയൽ എന്നുള്ള പ്രോഗ്രാമിലോട്ട് നമ്മൾ കോൾ ചെയ്യണം. n×n-1. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി ആ പ്രോസസ്സൊക്കെ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് ഒക്കെ വേണം നമുക്ക് എടുക്കാൻ. അതേസമയം റിക്കർഷൻ മീൻസ് ഐട്രേഷൻ എന്ന് പറയുമ്പോഴേക്കും F=F×I എടുത്താൽ മതി. ഈ ഐയുടെ വാല്യൂ മാത്രം എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ഫോർ I in range നമുക്ക് ഏതാണോ ലിമിറ്റ് വേണ്ടത് ആ ലിമിറ്റ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കോളും അല്ലേ? അപ്പോൾ സോ കമ്പാരിറ്റീവ്ലി ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോർമൽ പ്രോസസ്സാണ്. ഇത് കോംപ്ലക്സിറ്റി കൂടുതൽ റിക്കർഷൻ ആയിരിക്കും, കോംപ്ലക്സിറ്റി കുറവ് ആർക്കായിരിക്കും? ഐട്രേഷൻ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഒരു പോയിന്റ് ആക്കാം. ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, വേറാസ് റിക്കർഷൻ ഈസ് കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ്. ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്സ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് പറയണം. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പ് സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഐട്രേഷനിൽ യൂസ് ചെയ്യുന്നത്. റിക്കർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആക്ച്വലി എ ഫംഗ്ഷൻ വിച്ച് ഈസ് കോളിംഗ് ഇറ്റ് സെൽഫ്, അതിനെ നമ്മൾ റിക്കർഷൻ എന്ന് പറയും. ഇനി ഐട്രേഷൻ സ്റ്റോപ്പ് ആവുന്ന എപ്പോഴാണ്? നമ്മുടെ കണ്ടീഷൻ ഫെയിൽ ആവുമ്പോൾ. റിക്കർഷൻ സ്റ്റോപ്പ് ആവുന്ന എപ്പോഴാണ്? നമ്മൾ ബേസ് കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ. ഇനി ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. സോ ഹ്യൂജ് മീൻസ് ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലെസ് മെമ്മറി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അതുകൊണ്ട് ഇത് ഫാസ്റ്റും ആയിരിക്കും. അപ്പം ഈ 3 കാര്യങ്ങളിലും ഓപ്പോസിറ്റ് പറയുമ്പോഴേക്കും എന്തായി മാറും? റിക്കർഷൻ ആവും. സോ റിക്കർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. എക്സിക്യൂഷൻ കമ്പാരിറ്റീവ്ലി സ്ലോവർ ആണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും? നമ്മളുടെ ഐട്രേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും. ഓക്കെ, അപ്പം ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. ഞാനിങ്ങനെ ചുമ്മാ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ തരുക. ഇങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടില്ല. ഇൻ കേസ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. നമുക്ക് ലക്കാം. ഓക്കെ.